ഓം ശാന്തി 4/9/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, സംഗമത്തിൽ നിങ്ങൾക്ക് സ്നേഹത്തിൻ്റെ സാഗരമായ ബാബ സ്നേഹത്തിൻ്റെ സമ്പത്താണ് നൽകുന്നത്. അതിനാൽ നിങ്ങൾ എല്ലാവർക്കും സ്നേഹം നൽകൂ, ദേഷ്യപ്പെടാതിരിക്കൂ. ചോദ്യം: തൻ്റെ രജിസ്റ്റർ ശരിയാക്കി വയ്ക്കുവാനായി ബാബ നിങ്ങൾക്ക് ഏതൊരു വഴി പറഞ്ഞു തന്നിട്ടുണ്ട്? ഉത്തരം: സ്നേഹത്തിൻ്റെ തന്നെ വഴിയാണ് ബാബ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ശ്രീമദ് നൽകുന്നു, കുട്ടികളെ, ഓരോരുത്തരോടും സ്നേഹത്തോടെ നടക്കൂ, ആർക്കും ദുഃഖം നൽകാതിരിക്കൂ. കർമ്മേന്ദ്രിയങ്ങളിലൂടെ ഒരിക്കലും ഏതെങ്കിലും തലകീഴായ കർമ്മം ചെയ്യരുത്. സദാ ഇത് പരിശോധിക്കൂ, എന്നിൽ ഏതെങ്കിലും ആസുരീയ ഗുണം ഇല്ലല്ലോ, മൂടി അതായത് മ്ലാനം അല്ലല്ലോ, ഏതെങ്കിലും കാര്യത്തിൽ പിണങ്ങുന്നില്ലല്ലോ. ഗീതം ഈ സമയം പോയിക്കൊണ്ടിരിക്കുന്നു. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികൾ ഗീതം കേട്ടു. ദിനംപ്രതിദിനം തൻ്റെ വീട് അഥവാ ലക്ഷ്യം സമീപം ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എന്തെല്ലാം ശ്രീമദ് പറയുന്നു അതിൽ അലംഭാവം കാണിക്കരുത്. ബാബയുടെ ഡയറക്ഷൻ ലഭിക്കുന്നു. സർവർക്കും സന്ദേശം എത്തിക്കൂ. കുട്ടികൾക്കറിയാം, ലക്ഷങ്ങൾക്കും കോടികൾക്കും ഈ സന്ദേശം കൊടുക്കേണ്ടതുണ്ട്. പിന്നീട് ഒരു സമയം വന്നു ചേരും, എപ്പോഴാണോ വളരെ പേരാകുന്നത് അപ്പോൾ വളരെ പേർക്ക് സന്ദേശം നൽകും. ബാബയുടെ മെസ്സേജ് എല്ലാവർക്കും ലഭിക്കണം. മെസ്സേജ് വളരെ സഹജമാണ്. കേവലം പറയൂ, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. പിന്നെ ഒരു കർമ്മേന്ദ്രിയങ്ങളിലൂടെയും മനസ്സ വാച കർമ്മണ മോശമായ ഒരു കാര്യവും ചെയ്യുവാൻ പാടില്ല. ആദ്യം മനസ്സിലാണ് വരുന്നത്, അപ്പോഴാണ് വാക്കിലും വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് റൈറ്റും റോങ്ങും മനസ്സിലാക്കുവാനുള്ള ബുദ്ധി വേണ്ടതാണ്. ഇത് പുണ്യത്തിൻ്റെ കാര്യമാണ്, ഇത് ചെയ്യേണ്ടതാണ്. മനസ്സിൽ സങ്കല്പം വരുന്നു, ദേഷ്യപ്പെടട്ടെ എന്ന്. ഇപ്പോൾ ബുദ്ധി ലഭിച്ചിട്ടുണ്ട്. അഥവാ ദേഷ്യപ്പെടുകയാണെങ്കിൽ പാപമായി മാറും. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ പുണ്യ ആത്മാവായി മാറും. ശരി, ഇപ്പോൾ സംഭവിച്ചു, പിന്നെ ചെയ്യുകയില്ല, ഇങ്ങനെ ആകരുത്. ഇപ്രകാരം പിന്നെ പിന്നെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിലൂടെ ശീലമാകും. മനുഷ്യർ ഇങ്ങനെയുള്ള കർമ്മം ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നു ഇത് പാപമല്ല എന്ന്. വികാരത്തെ പാപമായിട്ടല്ല മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ബാബ പറഞ്ഞു തന്നു, ഇത് വലുതിലും വലിയ പാപമാണ്, ഇതിൻ്റെ മേൽ ജയം നേടണം. സർവർക്കും ബാബയുടെ മെസ്സേജ് നൽകണം. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, മൃത്യു മുന്നിൽ നിൽക്കുന്നു. ആരെങ്കിലും മരിക്കാറാകുമ്പോൾ അവരോട് പറയുന്നു, ഗോഡ് ഫാദറിനെ ഓർമ്മിക്കൂ, റിമെമ്പർ ഗോഡ് ഫാദർ. അവർ മനസ്സിലാക്കുന്നു ഇയാൾ ഗോഡ് ഫാദറിന്റെ അടുക്കൽ പോകുന്നു എന്ന്. എന്നാൽ അവർ ഇത് അറിയുന്നില്ല. ഗോഡ് ഫാദറിനെ ഓർമ്മിക്കുന്നതിലൂടെ എന്തുണ്ടാകും, എവിടെ പോകും? ആത്മാവ് ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്ന് എടുക്കുന്നു. ഗോഡ് ഫാദറിന്റെ അടുത്തേക്ക് ആർക്കും പോകുവാൻ സാധിക്കില്ല. അതിനാൽ ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് അവിനാശിയായ ബാബയുടെ അവിനാശി ഓർമ്മ വേണ്ടതാണ്. എപ്പോൾ തമോ പ്രധാനവും ദുഃഖിയുമായി മാറുന്നത്, അപ്പോൾ അന്യോന്യം പറയുന്നു, ഗോഡ് ഫാദറിനെ ഓർമ്മിക്കൂ. എല്ലാ ആത്മാക്കളും അന്യോന്യം പറയുന്നത് ആത്മാവാണല്ലോ. പരമാത്മാവ് പറയുന്നു എന്നല്ല, ആത്മാവാണ് ആത്മാവിനോട് പറയുന്നത് ബാബയെ ഓർമ്മിക്കൂ എന്ന്. ഇത് ഒരു കോമൺ സമ്പ്രദായമാണ്. മരിക്കുന്ന സമയം ഈശ്വരനെ ഓർമ്മിക്കുന്നു. ഈശ്വരനോട് ഭയമുണ്ടായിരിക്കുന്നു. മനസ്സിലാക്കുന്നു, നല്ലതും മോശവുമായ കർമ്മങ്ങൾക്കുള്ള ഫലം ഈശ്വരൻ തന്നെയാണ് നൽകുന്നത്. മോശമായ കർമ്മം ചെയ്യുമെങ്കിൽ ഈശ്വരൻ ധർമ്മരാജനിലൂടെ
വളരെയധികം ശിക്ഷ നൽകും. അതിനാൽ ഭയമുണ്ടായിരിക്കുന്നു. തീർച്ചയായും കർമ്മങ്ങൾക്കുള്ള ഫലം അനുഭവിക്കേണ്ടി വരുന്നുവല്ലോ. കുട്ടികളായ നിങ്ങൾ ഇപ്പോൾ കർമ്മ അകർമ്മ വികർമ്മങ്ങളുടെ ഗതിയെ മനസ്സിലാക്കുന്നു, അറിയുന്നുണ്ട്. ഈ കർമ്മം അകർമ്മമായി. ഓർമ്മയിലിരുന്ന് എന്ത് കർമ്മം ചെയ്യുന്നുവോ അത് നല്ലതായിരിക്കും ചെയ്യുന്നത്. രാവണ രാജ്യത്ത് മനുഷ്യർ മോശമായ കർമ്മം തന്നെയാണ് ചെയ്യുന്നത്. രാമരാജ്യത്തിൽ മോശമായ കർമ്മം ഒരിക്കലും ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ശ്രീമത് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. എവിടെയെങ്കിലും ക്ഷണം ഉണ്ടാകുന്നുവെങ്കിൽ ഇത് ചെയ്യണമോ അതോ ചെയ്യേണ്ടതില്ലേ എന്ന് ഓരോ കാര്യത്തിലും ചോദിച്ചു കൊണ്ടിരിക്കണം. ആരെങ്കിലും പോലീസിന്റെ ജോലി ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അവരോട് പറയുന്നു, നിങ്ങൾ ആദ്യം സ്നേഹപൂർവം മനസ്സിലാക്കിച്ചു കൊടുക്കൂ. സത്യം പറയുന്നില്ല എങ്കിൽ പിന്നീട് അടിക്കൂ. സ്നേഹത്തോടെ മനസ്സിലാക്കിക്കുന്നതിലൂടെ കയ്യിൽ ഒതുങ്ങിയേക്കാം. പക്ഷേ ആ സ്നേഹത്തിലും യോഗബലം നിറഞ്ഞിട്ടുണ്ടാകണം. അപ്പോൾ ആ സ്നേഹത്തിന്റെ ശക്തിയിലൂടെ ആർക്കെങ്കിലും മനസ്സിലാക്കിച്ചു കൊടുക്കുമ്പോൾ മനസ്സിലാകും ഇത് ഈശ്വരൻ മനസ്സിലാക്കിക്കുന്നത് പോലെയാണ് എന്ന്. നിങ്ങൾ ഈശ്വരന്റെ കുട്ടികൾ, യോഗികൾ ആണല്ലോ. നിങ്ങളിലും ഈശ്വരീയ ശക്തിയുണ്ട്. ഈശ്വരൻ സ്നേഹത്തിന്റെ സാഗരമാണ്. ആ ഒന്നിൽ ശക്തിയുണ്ടല്ലോ. എല്ലാവർക്കും സമ്പത്ത് നൽകുന്നു. നിങ്ങൾക്കറിയാം, സ്വർഗത്തിൽ വളരെയധികം സ്നേഹമുണ്ടായിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ സ്നേഹത്തിന്റെ പൂർണ്ണ സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുന്നു. എടുത്തെടുത്ത് നമ്പർ വാർ പുരുഷാർത്ഥം ചെയ്ത് ചെയ്ത് പ്രിയപ്പെട്ടവരായി മാറും. ബാബ പറയുന്നു, ആർക്കും തന്നെ ദുഃഖം നൽകരുത്, ഇല്ലെങ്കിൽ ദുഃഖിതരായി മരിക്കും. ബാബ സ്നേഹത്തിന്റെ വഴി പറഞ്ഞു തരുന്നു. മനസ്സിൽ വരുമ്പോൾ അത് മുഖത്തും വരുന്നു. കർമ്മേന്ദ്രിയങ്ങളിലൂടെ ചെയ്തു എങ്കിൽ രജിസ്റ്റർ കേടായി പോകും. ദേവതമാരുടെ പെരുമാറ്റ രീതിയുടെ മഹിമ ചെയ്യുന്നുവല്ലോ. അതിനാൽ ബാബ പറയുന്നു, ദേവതമാരുടെ പൂജാരിമാർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കൂ. അവർ മഹിമ പാടുന്നു. താങ്കൾ സർവഗുണ സമ്പന്നം, 16 കല സമ്പൂർണമാണ്. തൻ്റെ പെരുമാറ്റ രീതികളും കേൾപ്പിക്കുന്നു. അതിനാൽ അവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കൂ, നിങ്ങൾ ഇങ്ങനെ ആയിരുന്നു, ഇപ്പോൾ അല്ല, വീണ്ടും തീർച്ചയായും ആകും. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ദേവതയാകണം. അപ്പോൾ തൻ്റെ പെരുമാറ്റവും അങ്ങനെയുള്ളത് വയ്ക്കൂ. എങ്കിൽ നിങ്ങൾ ഇതായി മാറും. തൻ്റെ പരിശോധന ചെയ്യണം. നമ്മൾ സമ്പൂർണ്ണ നിർവികാരിയാണോ? നമ്മളിൽ ഏതെങ്കിലും ആസുരീയ ഗുണം ഇല്ലല്ലോ. ഏതെങ്കിലും കാര്യത്തിൽ പിണങ്ങുന്നില്ലല്ലോ. മൂടി ആകുന്നില്ലല്ലോ. അനേകം തവണ നിങ്ങൾ പുരുഷാർത്ഥം ചെയ്തു. ബാബ പറയുന്നു, നിങ്ങൾക്ക് ഇങ്ങനെ ആകേണ്ടതുണ്ട്. ആക്കി മാറ്റുന്നയാളും ഹാജരാണ്. പറയുന്നു, കൽപ്പകൽപ്പങ്ങളിൽ നിങ്ങളെ ഇങ്ങനെ ആക്കി മാറ്റുന്നു. കൽപ്പത്തിന് മുമ്പും ആരാണോ ജ്ഞാനം എടുത്തത് അവർ തീർച്ചയായും വന്ന് എടുക്കും. പുരുഷാർത്ഥവും ചെയ്യിക്കുന്നു, നിശ്ചിന്തവും ആയിരിക്കുന്നു. ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളത് ഇങ്ങനെയാണ്. ചിലർ പറയുന്നു, ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ടാകുമെങ്കിൽ തീർച്ചയായും ചെയ്യും. നല്ല ചാർട്ട് ആയിരിക്കുമെങ്കിൽ ഡ്രാമ ചെയ്യിക്കും. മനസ്സിലാക്കും, അവരുടെ ഭാഗ്യത്തിലില്ല. ആദ്യം ഒരാൾ ഇങ്ങനെ പിണങ്ങിയിരുന്നു, ഭാഗ്യത്തിൽ ഇല്ലായിരുന്നു. പറഞ്ഞു, ഡ്രാമയിൽ ഉണ്ടാകുമെങ്കിൽ ഡ്രാമ എന്നെ കൊണ്ട് പുരുഷാർത്ഥം ചെയ്യിക്കും. ഇത്ര തന്നെ, ഉപേക്ഷിച്ചു. ഇങ്ങനെയുള്ള വളരെ പേരെ നിങ്ങളും കണ്ടുമുട്ടുന്നു. നിങ്ങളുടെ എയിം ഓബ്ജക്റ്റ് ഇതാണ്. ബാഡ്ജും നിങ്ങളുടെ അടുക്കലുണ്ട്. ഏതുപോലെ തൻ്റെ കണക്ക് നോക്കുന്നു, അതുപോലെ ബാഡ്ജിനെയും നോക്കണം. തൻ്റെ പെരുമാറ്റത്തെയും നോക്കണം. ഒരിക്കലും ക്രിമിനൽ കണ്ണുകൾ ഉണ്ടാകരുത്. മുഖത്തിലൂടെ ഏതെങ്കിലും ഈവിൾ കാര്യങ്ങൾ വരരുത്. ഈവിൾ സംസാരിക്കുന്നവരെ ഇല്ല എങ്കിൽ കാത് എങ്ങനെ കേൾക്കും? സത്യയുഗത്തിൽ എല്ലാവരും ദൈവീക ഗുണങ്ങളുള്ളവരായിരിക്കും. ഈവിളായ ഒരു കാര്യവുമില്ല.
അവരും പ്രാപ്തി ബാബയിലൂടെ തന്നെയാണ് നേടിയത്. ഇതാണെങ്കിൽ എല്ലാവരോടും പറയൂ, ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ വികർമ്മം വിനാശമാകും. ഇതിൽ നഷ്ടത്തിന്റെ ഒരു കാര്യവുമില്ല. സംസ്കാരം ആത്മാവാണ് കൊണ്ടുപോകുന്നത്. സന്യാസി ആയിരിക്കുമെങ്കിൽ വീണ്ടും സന്യാസധർമ്മത്തിൽ വരും. അവരുടെ വൃക്ഷം വളർന്നുകൊണ്ടിരിക്കുന്നുവല്ലോ. ഈ സമയം നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യൻ തന്നെയാണ് ദേവതയാകുന്നത്. എല്ലാവരും ഒരുമിച്ച് വരികയില്ല. പിന്നീട് നമ്പർ വാറായി വരും. ഡ്രാമയിൽ സമയം അല്ലാത്തപ്പോൾ ആക്ടർ സ്റ്റേജിലേക്ക് വരികയില്ല. ഉള്ളിൽ തന്നെ ഇരിക്കുന്നു. സമയമാകുമ്പോൾ പുറത്ത് സ്റ്റേജിലേക്ക് വരുന്നു പാട്ട് അഭിനയിക്കുവാൻ. അതാണ് പരിധിയുള്ള നാടകം. ഇത് പരിധിയില്ലാത്തതാണ്. ബുദ്ധിയിലുണ്ട് നമ്മൾ ആക്ടേഴ്സിന് തൻ്റെതായ സമയത്ത് വന്ന് തൻ്റെ പാട്ട് അഭിനയിക്കണം. ഇത് പരിധിയില്ലാത്ത വലിയ വൃക്ഷമാണ്. നമ്പർ വാറായി വന്നുകൊണ്ടിരിക്കുന്നു. ആദ്യം ഒരേ ഒരു ധർമ്മമാണ് ഉണ്ടായിരുന്നത്. എല്ലാ ധർമ്മത്തിലുള്ളവരും ആദ്യം വരിക സാധ്യമല്ല. ആദ്യം ദേവീ ദേവത ധർമ്മത്തിലുള്ളവർ തന്നെയാണ് പാട്ട് അഭിനയിക്കുവാനായി വരുന്നത്. അതും നമ്പർ വാറാണ്. വൃക്ഷത്തിന്റെ രഹസ്യത്തെയും മനസ്സിലാക്കണം. ബാബ തന്നെയാണ് വന്ന് മുഴുവൻ കൽപ്പവൃക്ഷത്തിന്റെ ജ്ഞാനം കേൾപ്പിക്കുന്നത്. ഇതിനെ പിന്നെ നിരാകാരി വൃക്ഷവുമായി താരതമ്യം ചെയ്യുന്നു. ഒരേ ഒരു ബാബ തന്നെയാണ് പറയുന്നത്, മനുഷ്യ സൃഷ്ടി രൂപേ വൃക്ഷത്തിന്റെ ബീജം ഞാനാണ്. ബീജത്തിൽ വൃക്ഷമല്ല അടങ്ങിയിട്ടുള്ളത്, എന്നാൽ വൃക്ഷത്തിന്റെ ജ്ഞാനം അടങ്ങിയിട്ടുണ്ട്. ഓരോരുത്തർക്കും തൻ്റെതായ പാർട്ടുണ്ട്. ചൈതന്യ വൃക്ഷമാണല്ലോ. വൃക്ഷത്തിന്റെ ഇലകളും നമ്പർ വാറായി പുറത്തു വരും. ഈ വൃക്ഷത്തെ ആരും തന്നെ മനസ്സിലാക്കുന്നില്ല. ഇതിന്റെ ബീജം മുകളിലാണ്. അതിനാൽ ഇതിനെ തലകീഴായ വൃക്ഷം എന്ന് പറയുന്നു. രചയിതാവായ ബാബ മുകളിലാണ്. നിങ്ങൾക്കറിയാം, നമുക്ക് വീട്ടിലേക്ക് പോകണം. അവിടെ ആത്മാക്കൾ വസിക്കുന്നു. ഇപ്പോൾ നമുക്ക് പവിത്രമായി പോകേണ്ടതുണ്ട്. നിങ്ങളിലൂടെ യോഗബലത്തിലൂടെ മുഴുവൻ വിശ്വവും പവിത്രമാകുന്നു. നിങ്ങൾക്ക് വേണ്ടി പവിത്ര സൃഷ്ടി വേണമല്ലോ. നിങ്ങൾ പവിത്രമാകുന്നു. അപ്പോൾ ലോകവും പവിത്രമാക്കേണ്ടി വരും. എല്ലാം പവിത്രമാകുന്നു. നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. ആത്മാവിൽ തന്നെയാണല്ലോ മനസ്സും ബുദ്ധിയുമുള്ളത്. ചൈതന്യമാണ്. ആത്മാവിനാണ് ജ്ഞാനം ധാരണ ചെയ്യുവാൻ സാധിക്കുന്നത്. അപ്പോൾ മധുരമധുരമായ കുട്ടികൾക്ക് ഈ മുഴുവൻ രഹസ്യവും ബുദ്ധിയിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. എങ്ങനെയാണ് നമ്മൾ പുനർജന്മം എടുക്കുന്നത്? 84ന്റെ ചക്രം നിങ്ങളുടേത് പൂർത്തിയാകുമ്പോൾ എല്ലാവരുടേതും പൂർത്തിയാകുന്നു. എല്ലാവരും പാവനമായി മാറുന്നു. ഇത് അനാദിയായി തയ്യാറാക്കപ്പെട്ട ഡ്രാമയാണ്. ഒരു സെക്കൻഡ് പോലും നിൽക്കുന്നില്ല. സെക്കൻഡ് ബൈ സെക്കൻഡ് എന്തെല്ലാം സംഭവിക്കുന്നുവോ അത് വീണ്ടും കൽപ്പത്തിനു ശേഷം ഉണ്ടാകും. ഓരോ ആത്മാവിലും അവിനാശി പാർട്ട് അടങ്ങിയിട്ടുണ്ട്. ആ ആക്ടേഴ്സ് കൂടിയാൽ 2-4 മണിക്കൂറിന്റെ പാർട്ട് അഭിനയിക്കുന്നു. ഇതാകട്ടെ ആത്മാവിന് നാച്ചുറലായി പാർട്ട് ലഭിച്ചിരിക്കുന്നു. അപ്പോൾ കുട്ടികൾക്ക് എത്ര സന്തോഷം ഉണ്ടാകേണ്ടതാണ്. അതീന്ദ്രിയ സുഖം ഇപ്പോൾ സംഗമത്തിൻ്റെതാണ് പാടപ്പെട്ടിട്ടുള്ളത്. ബാബ വരുന്നു. 21 ജന്മത്തേക്ക് വേണ്ടി നമ്മൾ സദാ സുഖമുള്ളവരാകുന്നു. സന്തോഷത്തിൻ്റെ കാര്യമാണല്ലോ. ആരാണോ നല്ല രീതിയിൽ മനസ്സിലാക്കുകയും മനസ്സിലാക്കിക്കുകയും ചെയ്യുന്നുവോ അവർ സേവനത്തിൽ മുഴുകിയിരിക്കുന്നു. ഏതെങ്കിലും കുട്ടികൾ സ്വയമേ തന്നെ ക്രോധിയാണ് എങ്കിൽ മറ്റുള്ളവരിലും പ്രവേശനമുണ്ടാകുന്നു. 2 കൈ തട്ടിയാലേ ശബ്ദമുണ്ടാകൂ. അവിടെ ഇങ്ങനെ ഉണ്ടാകുന്നില്ല.
ഇവിടെ കുട്ടികളായ നിങ്ങൾക്ക് ശിക്ഷണം ലഭിക്കുന്നു. ആരെങ്കിലും ദേഷ്യപ്പെടുന്നു എങ്കിൽ നിങ്ങൾ അവരിൽ പുഷ്പങ്ങൾ അർപ്പിക്കൂ. സ്നേഹത്തോടുകൂടി മനസ്സിലാക്കിച്ചു കൊടുക്കൂ. ഇതും ഒരു ഭൂതമാണ്, വളരെയധികം നഷ്ടമുണ്ടാക്കും. ഒരിക്കലും ദേഷ്യപ്പെടാൻ പാടില്ലാത്തതാണ്. പഠിപ്പിക്കുന്നവരിൽ ആണെങ്കിൽ ദേഷ്യം തീർത്തും ഉണ്ടായിരിക്കുവാൻ പാടില്ല. നമ്പർ വാർ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. ചിലരുടേത് തീവ്ര പുരുഷാർത്ഥമായിരിക്കുന്നു, ചിലരുടേത് തണുത്തത്. തണുത്ത പുരുഷാർത്ഥമുള്ളവർ തീർച്ചയായും തൻ്റെ പേര് ചീത്തയാക്കും. ചിലരിൽ ക്രോധമുണ്ട്, അപ്പോൾ എവിടെ പോകുന്നുവോ അവിടെ നിന്നും പുറത്താക്കുന്നു. ഏതൊരു ദുഷ്പെരുമാറ്റം ഉള്ളവർക്കും ഇരിക്കുവാൻ സാധിക്കില്ല. പരീക്ഷ പൂർത്തിയാകുമ്പോൾ എല്ലാവർക്കും അറിയുവാൻ കഴിയും ആരെല്ലാം എന്താണാകുന്നത്. എല്ലാ സാക്ഷാത്കാരവും ഉണ്ടാകും. ആര് എങ്ങനെയുള്ള കാര്യം ചെയ്യുന്നുവോ അവർക്ക് അതേപോലുള്ള മഹിമയുണ്ടാകുന്നു. കുട്ടികളായ നിങ്ങൾ ഡ്രാമയുടെ ആദി മധ്യ അന്ത്യത്തെ അറിയുന്നു. നിങ്ങൾ ഏവരും അന്തർയാമിയാണ്. ആത്മാവ് ഉള്ളിൽ അറിയുന്നു ഈ സൃഷ്ടിചക്രം എങ്ങനെ തിരിയുന്നു എന്ന്. മുഴുവൻ സൃഷ്ടിയിലെയും മനുഷ്യരുടെ പെരുമാറ്റ രീതികളുടെ, മുഴുവൻ ധർമ്മങ്ങളുടെ ജ്ഞാനം നിങ്ങൾക്കുണ്ട്. അതിനെ അന്തർയാമി എന്ന് പറയും. ആത്മാവിന് എല്ലാം മനസ്സിലായി കഴിഞ്ഞു. ഭഗവാൻ ഓരോ മനസ്സിലും വസിക്കുന്നവനാണ് എന്നല്ല. ആ ഒന്നിന് അറിയേണ്ട എന്താവശ്യമാണുള്ളത്? ആ ഒന്ന് ഇപ്പോഴും പറയുന്നു, ആര് എങ്ങനെയുള്ള പുരുഷാർത്ഥം ചെയ്യുമോ അങ്ങനെയുള്ള ഫലം നേടും. എനിക്ക് അറിയേണ്ട എന്താവശ്യം? ആര് ചെയ്യുന്നുവോ അതിൻ്റെ ശിക്ഷയും സ്വയം അനുഭവിക്കും. ഇങ്ങനെയുള്ള പെരുമാറ്റം നടത്തുന്നുവെങ്കിൽ അധമഗതി പ്രാപിക്കും. പദവി വളരെ കുറഞ്ഞു പോകും. ആ സ്കൂളിലും തോറ്റുപോകുന്നു എങ്കിൽ വീണ്ടും അടുത്ത വർഷം പഠിക്കുന്നു. ഈ പഠനം നടത്തുന്നത് കൽപ്പകൽപ്പാന്തരത്തേക്ക് വേണ്ടിയാണ്. ഇപ്പോൾ പഠിച്ചില്ല എങ്കിൽ കൽപ്പകൽപ്പാന്തരങ്ങളിൽ പഠിക്കുകയില്ല. ഈശ്വരീയ ലോട്ടറി പൂർണ്ണമായും നേടേണ്ടതാണല്ലോ. ഈ കാര്യങ്ങൾ കുട്ടികളായ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഭാരതം സുഖധാമം ആയിരിക്കുമ്പോൾ ബാക്കി എല്ലാവരും ശാന്തിധാമത്തിലായിരിക്കും. കുട്ടികൾക്ക് സന്തോഷം ഉണ്ടാകേണ്ടതാണ്. ഇപ്പോൾ നമ്മുടെ സുഖത്തിൻ്റെ ദിവസങ്ങൾ വരുന്നു. ദീപാവലിയുടെ ദിവസം സമീപം വരുമ്പോൾ ഇനി ഇത്ര ദിവസമേ ഉള്ളൂ, പിന്നെ പുതിയ വസ്ത്രമണിയും എന്ന് പറയുന്നുവല്ലോ. നിങ്ങളും പറയുന്നു സ്വർഗം വന്നുകൊണ്ടിരിക്കുന്നു, നമ്മൾ തൻ്റെ അലങ്കാരം ചെയ്യട്ടെ എങ്കിൽ പിന്നെ സ്വർഗത്തിൽ നല്ല സുഖം നേടും. ധനികർക്ക് സമ്പന്നതയുടെ ലഹരി ഉണ്ടായിരിക്കുന്നുവല്ലോ. മനുഷ്യർ തീർത്തും ഘോര നിദ്രയിലാണ്. പിന്നെ പെട്ടെന്ന് മനസ്സിലാകും ഇവർ സത്യമാണ് പറഞ്ഞിരുന്നത്. സത്യത്തെ മനസ്സിലാക്കുന്നത് സത്യത്തിൻ്റെ സംഘമുണ്ടാകുമ്പോഴാണ്. നിങ്ങളിപ്പോൾ സത്യത്തിൻ്റെ സംഘത്തിലാണ്. നിങ്ങൾ സത്യമുള്ളവരാകുന്നു സത്യമായ ബാബയിലൂടെ. അവരെല്ലാം അസത്യമാകുന്നു അസത്യത്തിലൂടെ. ഇപ്പോൾ കോൺട്രാസ്റ്റും അച്ചടിച്ചുകൊണ്ടിരിക്കുന്നു. ഭഗവാൻ എന്താണ് പറയുന്നത്, മനുഷ്യൻ എന്താണ് പറയുന്നത് എന്ന് മാഗസീനിലും ഇടുവാൻ സാധിക്കും. ഒടുവിൽ വിജയം നിങ്ങളുടേത് തന്നെയാണ്. ആരാണോ കൽപ്പത്തിനു മുമ്പും പദവി നേടിയത് അവർ തീർച്ചയായും നേടും. ഇത് സർട്ടനാണ്. അവിടെ അകാല മൃത്യു ഉണ്ടാകുന്നില്ല. ആയുസ്സും വലുതായിരിക്കും. പവിത്രത ഉണ്ടായിരുന്നപ്പോൾ ദീർഘായുസ്സായിരുന്നു. പതീത പാവനൻ പരമാത്മാവായ ബാബയാണ്. അപ്പോൾ തീർച്ചയായും ആ ഒന്ന് തന്നെ പാവനമാക്കിയിട്ടുണ്ടാകും. കൃഷ്ണന്റെ കാര്യം ശോഭിക്കുന്നില്ല. പുരുഷോത്തമ സംഗമയുഗത്തിൽ ശ്രീകൃഷ്ണൻ പിന്നെ എവിടെ നിന്ന് വരുവാനാണ്? അതേ ഫീച്ചേഴ്സ് ഉള്ള മനുഷ്യൻ വീണ്ടും ഉണ്ടാകുന്നില്ല.
84 ജന്മം, 84 ഫീച്ചേഴ്സ്, 84 ആക്ടിവിറ്റി. ഇത് മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട കളിയാണ്. അതിൽ വ്യത്യാസമുണ്ടാവുക സാധ്യമല്ല. ഡ്രാമ എങ്ങനെ വണ്ടർഫുള്ളായി തയ്യാറായിരിക്കുകയാണ്. ആത്മാവ് ചെറിയ ബിന്ദുവാണ്. അതിൽ അനാദി പാർട്ട് അടങ്ങിയിരിക്കുന്നു. ഇതിനെ പ്രകൃത്യാ ഉള്ളത് എന്ന് പറയുന്നു. മനുഷ്യർ കേട്ട് അത്ഭുതപ്പെടും. എന്നാൽ ആദ്യം ഈ സന്ദേശം നൽകണം: ബാബയെ ഓർമ്മിക്കൂ. ആ ഒന്ന് പതീത പാവനാണ്, സർവരുടെയും സദ്ഗതിദാതാവാണ്. സത്യയുഗത്തിൽ ദുഃഖത്തിൻ്റെ കാര്യം ഉണ്ടായിരിക്കുന്നില്ല. കലിയുഗത്തിലാണെങ്കിൽ എത്ര ദുഃഖമാണ്. പക്ഷേ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവർ നമ്പർ വാറാണ്. ബാബയാണെങ്കിൽ ദിവസവും മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. കുട്ടികളായ നിങ്ങൾക്കറിയാം, ശിവ് ബാബ വന്നു കഴിഞ്ഞു, നമ്മെ പഠിപ്പിക്കുന്നു, പിന്നെ കൂടെ കൊണ്ടുപോകും. കൂടെ ഇരിക്കുന്നവരെക്കാൾ ബന്ധനസ്ഥർ കൂടുതൽ ഓർമ്മിക്കുന്നു. അവർക്ക് ഉയർന്ന പദവി നേടുവാൻ സാധിക്കുന്നു. ഇതും വിവേകത്തിൻ്റെ കാര്യമാണല്ലോ. ബാബയുടെ ഓർമ്മയിൽ വളരെയധികം പിടയുന്നു. ബാബ പറയുന്നു, കുട്ടികളെ, ഓർമ്മയുടെ യാത്രയിലിരിക്കൂ, ദൈവിക ഗുണവും ധാരണ ചെയ്യൂ, എങ്കിൽ ബന്ധനം മുറിഞ്ഞു പോകും, പാപത്തിൻ്റെ കുടം ഇല്ലാതാകും. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: തൻ്റെ പെരുമാറ്റ രീതികൾ ദേവതമാരുടേതുപോലെ ആക്കണം. ഒരു ഈവിൾ സംസാരവും മുഖത്തിലൂടെ പറയരുത്. ഈ കണ്ണുകൾ ഒരിക്കലും ക്രിമിനൽ ആകരുത്. ക്രോധത്തിൻ്റെ ഭൂതം വളരെയധികം നഷ്ടം വരുത്തുന്നു. 2 കൈ തട്ടുമ്പോഴാണ് ശബ്ദമുണ്ടാകുന്നത്. അതിനാൽ ആരെങ്കിലും ക്രോധിച്ചാൽ ഒഴിഞ്ഞു മാറണം. അവരെ സ്നേഹത്തോടെ മനസ്സിലാക്കിക്കണം. വരദാനം: ത്യാഗത്തിൻ്റെയും തപസ്യയുടെയും സേവാഭാവത്തിൻ്റെയും വിധിയിലൂടെ സദാ സഫലതാ സ്വരൂപമായി ഭവിക്കട്ടെ. ത്യാഗവും തപസ്യയും തന്നെയാണ് സഫലതയുടെ ആധാരം. ത്യാഗത്തിൻ്റെ ഭാവനയുള്ളവർ തന്നെയാണ് സത്യമായ സേവാധാരിയാകുവാൻ സാധിക്കുന്നത്. ത്യാഗത്തിലൂടെ തന്നെയാണ് സ്വയം തൻ്റെയും മറ്റുള്ളവരുടെയും ഭാഗ്യം ഉണ്ടാകുന്നത്. ദൃഢസങ്കല്പം നടത്തണം. ഇതുതന്നെയാണ് തപസ്യ. അപ്പോൾ ത്യാഗത്തിലൂടെയും തപസ്യയിലൂടെയും സേവാഭാവത്തിലൂടെയും അനേകം പരിധിയുള്ള ഭാവങ്ങൾ സമാപ്തമാകുന്നു. സംഘടന ശക്തിശാലിയാകുന്നു. ഒരാൾ പറഞ്ഞു, മറ്റേയാൾ ചെയ്തു. ഒരിക്കലും നീ, ഞാൻ, എൻ്റേത്, നിൻ്റേത് എന്നത് വരരുത്. അപ്പോൾ സഫലതാ സ്വരൂപവും നിർവിഘ്നവും ആയി മാറും. സ്ലോഗൻ: സങ്കല്പത്തിലൂടെ പോലും ആർക്കും ദുഃഖം നൽകരുത്. ഇതുതന്നെയാണ് സമ്പൂർണ്ണ അഹിംസ. അവ്യക്ത സൂചന: ഇപ്പോൾ സ്നേഹത്തിൻ്റെ അഗ്നിയെ പ്രജ്വലിതമാക്കി യോഗത്തെ ജ്വാലാരൂപം ആക്കൂ. യോഗത്തെ ജ്വാലാരൂപം ആക്കുന്നതിനായി സെക്കൻഡിൽ ബിന്ദു സ്വരൂപമായി മനസ്സും ബുദ്ധിയും ഏകാഗ്രമാക്കുന്നതിൻ്റെ അഭ്യാസം വീണ്ടും വീണ്ടും ചെയ്യൂ. സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ സെക്കൻഡിൽ വ്യർത്ഥത്തിൽ നിന്നും ദേഹബോധത്തിൽ നിന്നും മനസ്സും ബുദ്ധിയും ഏകാഗ്രമാകണം. ഇങ്ങനെയുള്ള കൺട്രോളിംഗ് പവർ മുഴുവൻ ദിവസത്തിലും യൂസ് ചെയ്യൂ. പവർഫുൾ ബ്രേക്കിലൂടെ മനസ്സിനെയും ബുദ്ധിയെയും കൺട്രോൾ ചെയ്യൂ. എവിടെ മനസ്സിനെയും ബുദ്ധിയെയും യോജിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവോ അവിടെ സെക്കൻഡിൽ യോജിക്കണം. ഓം ശാന്തി. ജ്ഞാനത്തിൻ്റെ 3ാമത്തെ നേത്രത്തിലൂടെ തൻ്റെ ആത്മസ്വരൂപത്തെ ദർശിക്കൂ. മസ്തക സിംഹാസനത്തിൽ നക്ഷത്രം പോലെ തിളങ്ങുന്ന ആത്മജ്യോതിയെ സ്പഷ്ടമായി കാണൂ. ഞാൻ
മസ്തക സിംഹാസനത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്വരാജ്യ അധികാരിയാണ്. മനോബുദ്ധികളുടെ അധികാരിയാണ്. കർമ്മേന്ദ്രിയങ്ങളുടെ അധികാരിയാണ്. സർവശക്തികളുടെയും അധികാരിയാണ്. സ്വയം ശക്തിശാലി ആത്മാവായി വിഭാവന ചെയ്യൂ. എന്നിൽ നിന്നും 4 ഭാഗത്തും ശക്തിശാലി കിരണങ്ങൾ വ്യാപിക്കുകയാണ്. ഈ ശക്തിശാലി കിരണങ്ങൾ ശക്തിയുടെ ഒരു പ്രഭാമണ്ഡലം എനിക്ക് ചുറ്റും നിർമ്മിക്കുന്നു. ആ പ്രഭാമണ്ഡലത്തിനുള്ളിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. തൻ്റെ മനസ്സും ബുദ്ധിയും കൊണ്ട് സ്വയം തന്നെ ദേഹത്തിൽ നിന്നും ഉപരിയാക്കി സൂര്യ ചന്ദ്ര നക്ഷത്രങ്ങൾക്കും ഉപരിയാക്കി പരമധാമത്തിൽ സ്ഥിതി ചെയ്യിക്കൂ. സർവത്ര സ്വർണ്ണ ചുവപ്പ് പ്രകാശം നിറഞ്ഞ ഈ ശാന്തിധാമം എൻ്റെ ഗ്രഹമാണ്. ഇവിടെ ഡീപ് സൈലൻസ് ആണ്. ഈ അതിശാന്തിയുടെ ഗ്രഹത്തിൽ ഞാൻ സമ്പൂർണ്ണ സ്വസ്ഥ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. സമ്പൂർണ്ണ മുക്ത അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ പരമധാമത്തിൽ ബുദ്ധിയാകുന്ന നേത്രം കൊണ്ട് സർവശക്തിവാനായ സൃഷ്ടിയുടെ ബീജരൂപനായ ശിവബാബയുടെ സ്വരൂപത്തെ സ്പഷ്ടമായി കാണും. ശിവബാബയുടെ അനന്ത ശക്തികളുടെ കിരണങ്ങൾ ആത്മാവിൽ പതിക്കുന്നതായി വിഭാവന ചെയ്യൂ. പരമധാമത്തിലെ ഈ മഹാജ്യോതിയിൽ നിന്നും സർവശക്തികളും ഞാൻ ഉൾക്കൊള്ളുകയാണ്. ഞാൻ മാസ്റ്റർ സർവശക്തിവാനായി മാറുന്നു. എന്നിൽ നിന്നും ശക്തിയുടെ പ്രകാശകിരണങ്ങൾ മുഴുവൻ വിശ്വത്തിലും വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ സർവശ്രേഷ്ഠ ശക്തിശാലി സ്ഥിതി പ്രാപ്തമാക്കി ഞാൻ മസ്തക സിംഹാസനത്തിലേക്ക് മടങ്ങി വരുന്നു.